പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. സ്വകാര്യ വിദേശ ഇടപാടുകൾ നിരോധിക്കില്ലെന്ന് ട്രംപ് ഓർഗനൈസേഷൻ. വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്തും. സ്വകാര്യ വിദേശ കമ്പനികളുമായി ഇടപാടുകൾ നടത്താൻ അനുവദിച്ചുകൊണ്ട് സന്നദ്ധ നൈതിക ഉടമ്പടി ട്രംപിന്റെ ഫാമിലി ബിസിനസ് പുറത്തിറക്കി. വിദേശ ഗവൺമെന്റുകളുമായി നേരിട്ട് ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് ട്രംപ് ഓർഗനൈസേഷനെ തടയുന്നു. എന്നാൽ വിദേശത്തുള്ള സ്വകാര്യ കമ്പനികളുമായുള്ള ഇടപാടുകൾ ഇത് അനുവദിക്കുന്നു. 8 വർഷം മുമ്പ് ട്രംപ് ഒപ്പുവെച്ച ധാർമ്മിക ഉടമ്പടി പ്രകാരം വിദേശ സർക്കാരുകളുടെയും വിദേശ കമ്പനികളുടെയും ഇടപാടുകൾ തടഞ്ഞിരുന്നു. ആദ്യ ടേമിൽ എന്ന പോലെ ഇടപാടുകൾ പരിശോധിക്കാൻ ഒരു ബാഹ്യ നൈതിക ഉപദേഷ്ടാവിനെ നിയമിക്കുന്നതായും ട്രംപ് കമ്പനി പ്രഖ്യാപിച്ചു. വിയറ്റ്നാം, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾക്കും ഗോൾഫ് റിസോർട്ടുകൾക്കുമായി ട്രംപ് ഓർഗനൈസേഷനുകൾ അടുത്തിടെ ഡീലുകൾ നടത്തിയിരുന്നു. US നിയമപ്രകാരം ഫെഡറൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ബിസിനസ്സുകളിൽ സാമ്പത്തിക താൽപര്യങ്ങൾ കൈവശം വയ്ക്കാൻ അനുവാദമില്ല. അത് രൂപപ്പെടുത്താൻ സഹായിക്കുന്ന പൊതുനയത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ കഴിയും. നൈതിക നിരോധനത്തിൽ നിന്ന് US പ്രസിഡന്റുമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഒഴികെ എല്ലാ പ്രസിഡന്റുമാരും നിയമം പാലിക്കാൻ സ്വമേധയാ സമ്മതിച്ചിട്ടുണ്ട്. ട്രംപ് ഓർഗനൈസേഷന് ഇന്ത്യയിലും തുർക്കിയിലും മറ്റ് നിരവധി രാജ്യങ്ങളിലും ട്രംപിന്റെ പേരിലുള്ള കെട്ടിടങ്ങളുണ്ട്. ഒമാൻ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ റിസോർട്ടുകൾക്ക് പദ്ധതിയുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇമിഗ്രേഷൻ നയങ്ങൾ കർശനമാക്കിയതോടെ വിസ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു. UK-യിൽ പ്രവാസികളുടെ എണ്ണത്തിൽ 4 ലക്ഷം പേരുടെ കുറവ്. UK ഹോം ഓഫീസ് വിസ അപേക്ഷകളുടെ താൽക്കാലിക സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിട്ടു. ജോലിക്കും പഠന ആവശ്യങ്ങൾക്കുമായി UK-യിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് ഡാറ്റ തയ്യാറാക്കിയത്. നിയമപരമായ വരവ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള മൈഗ്രേഷൻ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം വിസ അപേക്ഷകർ കുറഞ്ഞു. UK-യിൽ ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള വിസ അപേക്ഷകരുടെ എണ്ണം 42% അല്ലെങ്കിൽ ഏകദേശം 4 ലക്ഷം കുറഞ്ഞു. 2024 ഏപ്രിലിനും ഡിസംബറിനുമിടയിൽ ഹോം ഓഫീസ് 5,47,000 അപേക്ഷകൾ രേഖപ്പെടുത്തി. 2023 അതേ കാലയളവിൽ 9,42,500 വിസ അപേക്ഷകളാണ് ലഭിച്ചത്. വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും കെയർ വർക്കർമാരിൽ നിന്നും അപേക്ഷകൾ കുറഞ്ഞതാണ് ഈ കുറവിന് പ്രാഥമികമായ കാരണം. മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ കീഴിൽ 2024 ജനുവരിക്കും ഏപ്രിലിനും ഇടയിൽ അവതരിപ്പിച്ച നടപടികളിൽ വിദേശ പരിചരണ തൊഴിലാളികളെ കുടുംബ ആശ്രിതരെ കൊണ്ടുവരുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. വിദഗ്ധ തൊഴിലാളികളുടെ ശമ്പള പരിധി 38,700 പൗണ്ടായി ഉയർത്തുകയും ചെയ്തു. ഈ നയങ്ങൾ പ്രതിവർഷം 3 ലക്ഷം കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ചും സെൻട്രൽ യൂറോപ്യൻ ഗ്യാസ് ഹബ്ബും തമ്മിൽ ധാരണ. പ്രകൃതി വാതകവും പുനരുപയോഗ ഊർജ വ്യാപാരവും വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ വാതക വിപണിയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സെൻട്രൽ യൂറോപ്യൻ ഗ്യാസ് ഹബിന്റെ യൂറോപ്യൻ വൈദഗ്ധ്യവും ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ ഇന്ത്യൻ വിപണിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും പ്രയോജനപ്പെടുത്തി ഇന്ത്യയുടെ വാതക വിപണിയെ ശക്തിപ്പെടുത്തുകയാണ് ഈ പങ്കാളിത്തം ലക്ഷ്യമിടുന്നത്. ധാരണാപത്രം നിരവധി തന്ത്രപ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഹൈഡ്രജൻ, ബയോമീഥെയ്ൻ, മീഥെയ്ൻ തുടങ്ങിയ പ്രകൃതി വാതകത്തിന്റെയും പുനരുപയോഗിക്കാവുന്ന വാതകങ്ങളുടെയും വ്യാപാരം, ഹരിതവാതകങ്ങൾക്കും ചരക്ക് സംബന്ധിയായ സർട്ടിഫിക്കറ്റുകൾക്കുമായി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളുടെ വികസനം, ഗ്യാസ് ട്രേഡിംഗിനായുള്ള സാങ്കേതികവും പ്രവർത്തനപരവും നിയന്ത്രണപരവുമായ കഴിവുകൾ മെച്ചപ്പെടുത്തൽ എന്നിവ പങ്കാളിത്തത്തിന്റെ ലക്ഷ്യമാണ്. മാർക്കറ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പരിശീലന പരിപാടികൾ, വർക്ക്ഷോപ്പുകൾ, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ എന്നിവ നടത്തുന്നു. ഇന്ത്യയിലെ വിപണി പങ്കാളികൾക്കും റെഗുലേറ്റർമാർക്കും ഓഹരി ഉടമകൾക്കും അനുയോജ്യമായ പരിശീലന പരിപാടികളിലൂടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ധാരണാപത്രം മുൻഗണന നൽകുന്നുണ്ട്. ഈ സംരംഭങ്ങൾ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും വിപണിയുടെ ചലനാത്മകതയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വളർത്താനും ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയ ഉൽപാദന നയം പ്രഖ്യാപിച്ച് ഖത്തർ. 6 വർഷത്തേക്കുള്ള ഉൽപാദന നയമാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, ആഭ്യന്തര ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഖത്തർ ഉൽപാദന നയം പ്രഖ്യാപിച്ചത്. 2030 വരെയുള്ള ഉൽപാദന നയമാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. വ്യാവസായിക വൈവിധ്യവൽക്കരണം, സുസ്ഥിര വളർച്ച എന്നിവയും പുതിയ നയത്തിൽ ഉൾപ്പെടും. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന നയപ്രഖ്യാപനം പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽത്താനി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 275 കോടി ഖത്തർ റിയാലിന്റെ നിക്ഷേപമാണ് ഉൽപാദന മേഖലയിൽ ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂടി വർദ്ധിപ്പിച്ചാണ് ഉൽപാദന മേഖല നവീകരിക്കുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉൽപാദന നയ പ്രഖ്യാപന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സിംഗപ്പൂർ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ജനുവരി 15-ന്. നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിച്ച് സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം ജനുവരി 15 ഇന്ത്യ സന്ദർശിക്കും. ഇന്ത്യ സിംഗപ്പൂർ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഊർജ്ജം, വ്യാവസായിക പാർക്കുകൾ തുടങ്ങിയ പാരമ്പര്യേതര സഹകരണ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ വർഷാവസാനം സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷം ഇന്ത്യ സിംഗപ്പൂർ ബന്ധം സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നതായി സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷികത്തിനായുള്ള ലോഗോയും ഉടൻ പുറത്തിറക്കും. പ്രധാനമന്ത്രി മോദി, പ്രസിഡന്റ് ദ്രൗപദി മുർമു എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. കൂടാതെ സിംഗപ്പൂർ പ്രസിഡന്റ് ഉന്നത സാമ്പത്തിക വിദഗ്ധരെയും അക്കാദമിക് വിദഗ്ധരെയും ഉന്നത നീതി ആയോഗ് ഉദ്യോഗസ്ഥരെയും കാണും. ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂർ. കഴിഞ്ഞ വർഷം സിംഗപ്പൂർ $12 ബില്യൺ നിക്ഷേപം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.